കളപ്പുരകള് വിശ്രുതമാക്കാൻ ശ്രമിച്ച ഒരാളുടെ കഥ യേശു പറയുന്നുണ്ടല്ലോ. അയാൾക്ക് നല്ല കൊയ്ത്തുണ്ടായിരുന്നു. അയാൾ പറഞ്ഞ്, ഇനി ഞാൻ ആനന്ദിക്കാൻ പോവുകയാണ്, ഭക്ഷിക്കാനും പാനം ചെയ്യാനും വിശ്രമിക്കാനും പോവുകയാണ്. ആ രാത്രിയിൽ ഞാൻ അവനോട് പറയും, ഘോഷ, ഇന്ന് ഞാൻ നിന്റെ ജീവൻ എടുക്കുകയാണെങ്കിൽ നിന്റെ വിശ്രുതമാക്കപ്പെട്ട കളപ്പുരകൾ കൊണ്ട് എന്ത് കാര്യം? ബൈബിളില് ഈ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുന്നതിന് മരിച്ചു പോകാൻ അർത്ഥമില്ല കേട്ടോ. ആ പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് ആദം ഇങ്ങനെ 1000 വട്ടത്തിനടുത്ത് ജീവിച്ചെന്നൊക്കെയല്ലേ വേദപുസ്തകം പറയുന്നത്. പിന്നെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ബീങ് എസ്റ്റിങ്യൂഷ്ഡ്. ഈ ജീവിതത്തിന്റെ ഒരു ഗുണമേന്മയ്ക്ക് വല്ലാത്ത ഒടവ് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും വലിയ ഗൃഹങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അത് അനുഭവപ്പെടാറുണ്ട്. ഒരു കുടിസുമുറിയിൽ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ രാത്രികളിൽ, ഒരുമിച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിയ രാത്രികളിൽ, മഴയുള്ള രാവുകളിലൊക്കെ ഇതുമാത്രം ചൂട് നമുക്കിടയിലുണ്ടായിരുന്നു. ഇതുമാത്രം സാഹോദര്യത്തിന്റെ ചൂട് നമുക്കുണ്ടായിരുന്നു. ഓരോരുത്തരും വലുതായി വലിയ വീടുകൾ വെച്ച് അവരുടെ ഇങ്ങനെ വലിയ ഇടനാഴികളിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ താഴെ പാകിയിരിക്കുന്ന ഗ്രാനൈറ്റ് കണക്ക് തണുത്തു പോകുന്ന സ്നേഹം, ഇതിനൊക്കെയാണ് ഇങ്ങനെ ജീവനില്ലാതെ ആകുക എന്ന് പറഞ്ഞ അർത്ഥം. പലപ്പോഴും ഇങ്ങനെ ധനം വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് ജീവിതത്തിന്റെ ആ ഭംഗി, ജീവിതത്തിന്റെ ആർജവങ്ങളില്ലാതെ പോകുന്നു.